പിതാവായ ദൈവം തന്റെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും അയച്ച ലവ് ലെറ്ററാണ് വിശുദ്ധ ബൈബിൾ എന്ന തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ലോഗോസ് ക്വിസ് ഗെയിം ആപ്പ് 5ാം പതിപ്പിന്റെ സമ്മാനദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗെയിമിലൂടെ ബൈബിൾ പഠനം സാധ്യമാക്കുന്ന ലോഗോസ് ക്വിസ് ഗെയിം ആപ്പ് തിരുവനന്തപുരം അതിരൂപത മീഡിയ കമ്മീഷനും അജപാലന ശുശ്രൂഷയും സംയുക്തമായാണ് പുറത്തിറക്കിയത്. 2017 മുതൽ ആരംഭിച്ച ലോഗോസ് ക്വിസ് ഗെയിം ആപ്പ് ഇപ്പോൾ 5ാം പതിപ്പിൽ എത്തി നിൽക്കുകയാണ്. 5ാം പതിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രായഭേദമന്യേ വിവിധ റീത്തുകളിൽ നിന്നായി 8,000-ഓളം പേർ മത്സരാർത്ഥികളായി. ഇവരിൽ ആദ്യ 10 പോയിന്റ് നേടിയവർക്ക് സർട്ടിഫിക്കറ്റും ഫലകവും നൽകി ആദരിച്ചു. ഒപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ച 100 പേർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി. വിശുദ്ധ ബൈബിൾ എന്നത് പിതാവായ ദൈവം തന്റെ മക്കളായ നമുക്കോരോരുത്തർക്കും അയച്ച ലവ് ലെറ്ററാണെന്ന് തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ ലോഗോസ് ക്വിസ് ഗെയിം ആപ്പ് 5ാം പതിപ്പിന്റെ സമ്മാനദാന ചടങ്ങിൽ സംസാരിക്കവെ അഭിപ്രായപ്പെട്ടു. തിരക്ക് പിടിച്ച ഈ കാലഘട്ടത്തിൽ ലോഗോസ് ക്വിസ് ഗെയിം ആപ്പ് പോലുള്ള സംരംഭം ബൈബിൾ വായിക്കാനും ധ്യാനിക്കാനും ഉപകരിക്കുന്നതാണെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ആധുനിക കാലഘട്ടത്തിൽ ദൈവവചനത്തോടുള്ള താൽപര്യം പ്രായഭേദമന്യേ എല്ലാവരും വളർത്തിയെടുക്കാൻ ശ്രമിക്കണമെന്നും അതിനായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തണമെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു. ലോഗോസ് ക്വിസ് ഗെയിം ആപ്പ് പോലുള്ളവ മനുഷ്യരെ ദൈവവചനത്തിലൂടെ കൂടുതൽ വിശുദ്ധീകൃതരാകാൻ സഹായകമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എനിക്ക് തോന്നുന്നു നമ്മുടെ ബൈബിളിനോടുള്ള താല്പര്യം നമുക്ക് ഉണ്ടാക്കുവാൻ, പ്രത്യേകിച്ച് പുതുതലമുറയിലുള്ള കുട്ടികൾക്ക് അവരുടെ തന്നെ ഭാഷയിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ മീഡിയയുടെ എല്ലാ സാധ്യതകളും കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ദൈവവചനത്തോട് ഒരു താല്പര്യം, ഒരാഭിമുഖ്യം ഉണർത്തുവാൻ ഈ ലോഗോസ് ക്വിസ് മൊബൈൽ ഗെയിം 2022 സാധിക്കുന്നു എന്നറിയുന്നത് ഏറെ സന്തോഷമുണ്ട്. ബൈബിൾ ഈസ് God's love letter to you and to me. വിശുദ്ധ ഗ്രന്ഥം പിതാവായ ദൈവം തന്റെ മക്കളായ നമുക്ക് ഓരോരുത്തരും അയച്ച ലവ് ലെറ്ററാണ്. ലോഗോസ് ക്വിസ് ഗെയിം ആപ്പ് 5ാം പതിപ്പിൽ 1ാം സ്ഥാനം തിരുവനന്തപുരം അതിരൂപതയിലെ പൂന്തുറ ഇടവകാംഗം കാൽവിനോ കാർനറ്റും, 2ാം സ്ഥാനം വവ്വമൂല ഇടവകാംഗം ഗ്രേസി തോമസും, 3ാം സ്ഥാനം പൂഴിക്കുന്ന് ഇടവകാംഗം റീജയും കരസ്ഥമാക്കി. ഫിജി ബേസിൽ പെരേര, റീനു സിൽവസ്റ്റർ, അജു മാത്യു, കെസിയ ജോൺസൺ, ബീന ജോൺസൺ, കെസിയ മാർഗ്രറ്റ്, ജ്യോതി എൽ എന്നിവരാണ് കൂടുതൽ സ്കോർ കരസ്ഥമാക്കിയ ആദ്യ 10 പേർ. സമ്മാനദാന ചടങ്ങിൽ നെയ്യാറ്റിൻകര, ആലപ്പുഴ, മാനന്തവാടി, ഇരിങ്ങാലക്കുട, തൃശൂർ, കോതമംഗലം തുടങ്ങി കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള മത്സരാർത്ഥികളും പങ്കെടുത്തിരുന്നു. ലോഗോസ് ക്വിസ് ഗെയിം ആപ്പ് 6ാം പതിപ്പിൽ മലയാളത്തോടൊപ്പം ഇംഗ്ലീഷ് പതിപ്പും ഇംഗ്ലീഷ് പഠന സഹായിയും പുറത്തിറക്കുമെന്ന് ലോഗോസ് ക്വിസ് ആപ്പിന്റെ പിന്നണി പ്രവർത്തകനായ ഷാജി ജോർജ് ചടങ്ങിൽ വ്യക്തമാക്കി. ഷെക്കിന ന്യൂസ്, തിരുവനന്തപുരം.